Friends, welcome back to Steve's Lifestyle. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ടോഡ്ലേഴ്സ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നോട്ട് ബ്ലാ ബ്ലാ ബ്ലാ. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഐറ്റം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിനുള്ളിലെ ഗേറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണല്ലോ, അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഒരു പാർട്ട് ഇതുപോലത്തെ 2 പാർട്സ് ആയിട്ടാണ് ഈ ഒരു ഗേറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലത്തെ ഒരു പാർട്ട് മെയിൻ പാർട്ട് എന്ന് പറയും. അത് നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. പിന്നെ നമുക്കറിയാലോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ഒരു ഇതുപോലത്തെ ഒരു ബാരിയർ വെക്കുന്നത് തന്നെ. അപ്പോൾ അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കണം. പിന്നെ സ്ട്രോങ് ആകുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ മുകളിലോട്ട് പിടിക്കുകയോ വലിക്കുകയോ ഒക്കെ കയറും ചെയ്യുമ്പോഴത്തേക്കും അത് മുകളിലോട്ട് വീഴാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അപകട സാധ്യതയും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുൻനിർത്തി നോക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ നിന്ന് വേണം നമുക്ക് ഇതുപോലത്തെ ബാരിക്കേഡുകൾ വാങ്ങിക്കാൻ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ അതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ഒരു ബ്രോഷറും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് 2 ഗേറ്റിൻ്റെ പാർട്ടും പിന്നെ സ്ക്രൂസും പിന്നെ അടിയിലൊരു റോഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് മൊത്തം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ആകെ മൊത്തം. ഇതിനകത്ത് ആ ഒരു റോഡ് വരുമെന്ന് പറഞ്ഞില്ല, അതാണ് എനിക്ക് താഴെ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് വേണം നമ്മുടെ വാളിൻ്റെ അകത്ത് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാടക വീട്ടിലാണെങ്കിലും ഇപ്പോൾ സ്വന്തം വീടാണെങ്കിൽ തന്നെ നമുക്കത് ഡ്രില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും വാൾസൊക്കെ വിള്ളൽ വരും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. പക്ഷേ ഇതിങ്ങനെ സക്ഷൻ വെച്ചിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നന്നായിട്ട് സ്ക്രൂ വെച്ച് മുറുക്കിയിട്ട് സക്ഷനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വേറെ പ്ലേസിലോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ടോ ഇപ്പോൾ സ്റ്റെയർ കേസിലാണെങ്കിലോ ഇപ്പോൾ ഓപ്പൺ കിച്ചൺ ആണെങ്കിലോ അവിടെ വേണമെങ്കിലും നമുക്കിത് വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സ്ക്രൂസ്. 4 സ്ക്രൂസാണ്. പിന്നെ ഒരു ചെറിയൊരു സ്പാനർ പോലത്തെ ഒരു സാധനം കൂടെ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഈ ചെറിയ സ്പാനർ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ബാരിക്കേഡിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ടാഗ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ടാഗ് നമ്മളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് അത് കട്ട് ചെയ്ത് എന്താ പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് തുറക്ക അടയ്ക്കാൻ വേണമല്ലോ. ആ തുറക്ക അടയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് ചിലപ്പം വൈഡായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് നമ്മളിത് കംപ്ലീറ്റ്ലി ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ടാഗ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബാരിക്കേഡ് ഫിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളിത് വാങ്ങിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മുടെ ഡിസ്റ്റൻസ് അളന്നിട്ട് വേണം കേട്ടോ വാങ്ങിക്കാൻ. അപ്പം നമ്മുടെ ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഒരു 129 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാരിക്കേഡ് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് 129 വരെ വെക്കാൻ പറ്റുന്ന ഒരു ബാരിക്കേഡാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഓപ്പൺ കിച്ചൺ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് 4 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ആ 4 സ്ക്രൂ ഇതിൻ്റെ 4 അറ്റത്തായിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പതുക്കെ നമ്മുടെ വാളിനോട് ചേർത്ത് വെച്ചിട്ട് 2 പാർട്ടും കൂടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ചെറിയ ഒരു പാർട്ട് ഉണ്ടല്ലോ അതിവിടെ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ മേജർ പാർട്ടിനകത്തോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫസ്റ്റ് വെച്ച പാർട്ടിൻ്റെ കൂടെ ഈ ഒരു മേജറായിട്ടുള്ള പാർട്ടും കൂടെ അതിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. ആരുടെ സഹായം നമുക്ക് ആവശ്യമില്ല, ഒറ്റയ്ക്ക് തന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കറക്റ്റ് അലൈൻമെൻറ്റിൽ വേണം ഇത് വെക്കാൻ. ഇത് കൂടുതൽ മുറുകും തോറും ആ ഒരു സെക്ഷൻ അവിടെ സ്ട്രോങ് ആയിട്ട് വരും. അപ്പം അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഓപ്പൺ കിച്ചണും സ്റ്റെയർ കേസും ഒക്കെ വീട്ടിനകത്ത് വരുന്ന വീട്ടിലെ ഈ ടോൾലെസ് ഉള്ള വീടുകളാണെങ്കിൽ അവർക്ക് ആ ഒരു വിഷമം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മുടെ ഒരു കാര്യം അവിടെ നടക്കില്ല, കുഞ്ഞുങ്ങളെപ്പോഴും അകത്തോട്ട് കയറി വരുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു ബാരിക്കേഡ് ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നമുക്ക് വാതിലാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് തടിയൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കാൻ പറ്റും. പക്ഷേ ഇതുപോലത്തെ ഓപ്പൺ കിച്ചണിലൊന്നും നമുക്കിങ്ങനെ കയറ് കെട്ടി വെക്കാനോ അല്ലെങ്കിൽ ആണി അടിച്ച് വെക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പം പിന്നെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ ബാരിക്കേഡുകൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാനും പറ്റും, വേറൊരു പ്ലേസിലോട്ട് മാറ്റാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആ സ്ക്രൂസൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മുറുക്കിയിട്ടുണ്ട്.
അപ്പോൾ കൈവച്ച് മുറുക്കുന്ന അല്ലാണ്ട് നമ്മൾ ആ സ്പാനർ വെച്ചിട്ട് ഫൈനലായിട്ടൊന്ന് മുറുക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു എന്താണ് മൊത്തം സെറ്റിങ് നമ്മൾ ആ സെക്ഷൻ്റെ പുറത്താണ് ഈ ഒരു മൊത്തം സെറ്റിങ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ഒട്ടും ലൂസ് അല്ലാത്ത രീതിയിൽ ഫിറ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കണം. അപ്പം 4 സ്ക്രൂവും ഇതുപോലെ മുറുക്കി സ്പാനർ വെച്ചിട്ട് മുറുക്കിയിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഈ ഒരു കമ്പനിയുടെ മാത്രമല്ല ബാരിക്കേഡ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കുറേ കമ്പനിയുടെ ബാരിക്കേഡ്സ് ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ കണക്കിലെടുത്തിട്ട് ഇതുപോലെ നല്ലൊരു കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് എന്താണ് പ്രൈസ് വെച്ചിട്ട് അത്ര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ലെങ്കിലും പക്ഷേ ഇത് വർത്താണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 5000, ഞങ്ങൾ വാങ്ങിച്ച സമയത്ത് ഇത് 5200 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന് 6000 പ്ലസ് സംതിങ് എങ്ങാണ്ടാണ്. പക്ഷേ ഓഫർ വരുന്ന സമയത്ത് നിങ്ങളിത് ഓർഡർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്ക്രൂസൊക്കെ ഒന്ന് മുറുക്കി വെക്കാം. അപ്പം ഫൈനലായിട്ട് നമുക്ക് ആ ഒരു ടാഗ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് മേളിലോട്ട് അപ്പ് ചെയ്താൽ ഇത് പെട്ടെന്ന് തുറന്നു വരും. കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പിന്നെ നമ്മളത് തുറന്നു കഴിയുമ്പോഴത്തേക്കും യൂസ്ഡ് ആവും. അപ്പോൾ ഈ ഒരു സാധനം നല്ല സ്ട്രോങ് ആണ്. നമ്മൾ പിടിച്ചു നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ആടത്തൊന്നുമില്ല, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തുറക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് ഓട്ടോ ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോ ലോക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി പോയി ലോക്കായി. അങ്ങനെ ഫൈനലി നമ്മുടെ ഗേറ്റൊക്കെ ഇതേ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 മണിക്കൂർ പോലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ടോഡ്ലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനൊരു ഓപ്ഷൻ ഒന്ന് ട്രൈ ചെയ്യണം. എന്തായാലും നമുക്ക് വർത്ത് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം ആമസോണിൽ ഇതുപോലെ ഒരുപാട് ബാരിക്കേഡുകൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ആ ഒരു സെക്യൂരിറ്റി എല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ ഫിഷർ പ്രൈസിൻ്റെ തന്നെ എടുത്തത്. ഇതിൻ്റെ തന്നെ പല നീളത്തിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണോ അത് കൃത്യമായിട്ട് അളന്നെടുത്തിട്ട് ഓർഡർ ചെയ്താൽ മതി. ഇതിലും അഡീഷണലായിട്ട് നമുക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ടുള്ള ഗേറ്റും അവൈലബിൾ ആണ് കേട്ടോ. അതിന് എക്സ്റ്റൻഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്റ്റൻഷൻസും അവൈലബിൾ ആണ്. അപ്പം ഇതെന്തായാലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ടോഡ്ലർ ഇപ്പോൾ ഈ സമയത്ത് ഉറക്കമായിരുന്നു, അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടോഡ്ലേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവില്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ ഇത്. കുഞ്ഞുങ്ങളുടെ ഹൈറ്റ് അളക്കുന്ന ഒരു ഗ്രോത്ത് ചാർട്ടാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമാവയ്ക്കൊക്കെ എത്ര നീളം വെച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ഹിസ്റ്ററി.